ഒക്കെ താൽക്കാലികമാണ്. അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPI-എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതി ഇല്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വന്ന് കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അൻവർ പറഞ്ഞതേ ഈ ഒരു മുന്നണിയിലേക്കോ ഒരു പല ആളുകൾ ഒരു പാർട്ടിയായിട്ട് വരിക അതിന്റെ ഭാഗമായി ചേരും. അത് BJP ആകാം, UDF ആകാം, ലീഗ് ആകാം, എവിടെയാണോ ശരി നോക്കുക അതിലേക്ക് പോകുന്ന വരെ ഒരു പ്രഖ്യാപനം നടത്തും. അപ്പൊ ഇനി പൊതുയോഗങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവേശനമോ പുതിയൊരു പാർട്ടി രൂപീകരണമോ വല്ലതും നമ്മൾ കണക്കാക്കുന്നുണ്ടോ? ഇല്ല, നമ്മളതിന്റെ അത് അവരാണല്ലോ, അൻവറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കട്ടെ. CPI-എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPI-എം. CPI-എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിലെ CPM-ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല. ഇത് CPM-നെ ബാധിക്കുന്ന പ്രശ്നമില്ല. CPM-ന്റെ അണികൾ ഭദ്രമാണ്. CPM സ്വീകരിക്കുന്ന നിലപാട് ഇപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ്. ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM-ന് ഒരു വേവലാതിയില്ല. മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം CPM-ന് അകത്തുള്ള ഒരു വിഷയമല്ല ഇത്. അൻവർ പാർട്ടി മെമ്പറല്ല, പാർട്ടിക്കകത്തുള്ള ആളല്ല. പാർട്ടിക്കകത്തെ സംഘടനാ രീതിയോ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ. അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ CPM-ന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ്. അതല്ലാതെയുള്ള യാതൊരു ബന്ധവും CPM-ഉം അൻവറുമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരാള് പാർട്ടിക്ക് വെളിയിൽ എത്ര ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിലില്ല. അൻവർ CPM-മായി സഹകരിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് CPI-എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി വന്നത്. CPM-ന് അൻവറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ പുതിയ സാഹചര്യത്തിൽ ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അൻവറിന്റെ ഒരു നിലപാടിന് CPM-ന് ബന്ധമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ടും ഉണ്ടാവും. അൻവറിന് വൈരുദ്ധ്യ നിലപാടില്ല അൻവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അൻവർ ഈ വൈരുദ്ധ്യ നിലപാട് എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്, ഇത് CPM വിരുദ്ധ നിലപാടാണോ, അതിന് പ്രചാരണം കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ട്. CPM വിരുദ്ധ നിലപാടാകുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരും. അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ. അത് എന്തെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചല്ലേ 2016 CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത്. ഈ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണല്ലോ. ഭരണ തുടർച്ച കിട്ടിയതും ഇത്തരം സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് അതുപോലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ആ നിലയിൽ പരിഗണിച്ച് CPM-നെ അത് ബാധിക്കില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബാധിക്കില്ല. അൻവർ പറയുന്നത് CPI പറയുന്ന കാര്യം തന്നെയാണ് താൻ പറയുന്നത്. അത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. ഈ ADGP തുടക്കമായത് ADGP-യുടെ സ്റ്റാൻഡിൽ CPI അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടി? CPI ഒരു പാർട്ടിയല്ലേ. അല്ല, അത് LDF-ൽ ഉന്നയിച്ച ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയല്ലോ. ADGP-ക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGP-ക്കെതിരായ എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാനും കഴിയില്ല. എത്ര വർഷം മുമ്പ്, 5 അല്ല 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കുന്ന എന്താ അർത്ഥം? അങ്ങനെ എത്രയുണ്ട്? അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പത്രം മുന്നേറിയ കമ്മിറ്റി, അങ്ങനെ എത്ര ആളുകളുണ്ട്. പോലീസ് കേസെടുത്തു, പാർട്ടി നടപടി വരികയാണ്. അപ്പൊ ഈ പാർട്ടിയോട് ഇടയുമ്പോഴാണോ അൻവറിന്റെ മോശക്കാരനായി? ഇടഞ്ഞു കഴിഞ്ഞല്ലോ.
അൻവറേറ്റ് പാർട്ടി അടഞ്ഞതല്ല. അൻവർ കൊടുത്ത പല കേസുകളിലും പാർട്ടി പറയാ, പാർട്ടി അൻവറോട് അടഞ്ഞതല്ല, അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ്. ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ, പാർട്ടി അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല. അൻവർ സാധാരണ നേടുന്ന വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും അതിരൂക്ഷമായ ആക്രമണമാണ് അയാൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഇത്തരം ഒരു സാഹചര്യത്തിൽ തുടർന്ന് CPM-ആയിട്ട് ബന്ധമില്ല. കേസിൽപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിനാണ്. അത് സ്വയമേവ കേസെടുത്തതല്ല, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. എന്നാൽ ഒരാളുടെയും നിങ്ങളും ചെയ്യാൻ പാടില്ല, ഞാനും ചെയ്യാൻ പാടില്ല, ആരെങ്കിലും ഒരു ടെലിഫോൺ സന്ദേശം ചോർത്തുക മാത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഇതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതാരും ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് നിയമവിരുദ്ധമാണ്. അത് സംബന്ധിച്ചുള്ള പരാതി ഗവൺമെന്റിൽ വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചത്. നിയമപരമാണ്. ചില വസ്തു ഇടപാടുകൾ, ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ചില അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല. അല്ല, അദ്ദേഹം വാർത്താ സമ്മേളനത്തിലടക്കം ഒരാഴ്ചക്ക് മുമ്പ് 33 ലക്ഷം ബൈക്ക് കാശായിട്ട് തന്നെ കൊടുത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നു. 10 ദിവസത്തിന് ശേഷം അത് 65 ലക്ഷത്തിന് കൈമാറുന്നു. അതും പണമായി തന്നെ. വ്യക്തമായ പറയുന്നത് ADGP അത് പരിശോധിക്കാൻ വേണ്ടി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 6 മാസം കാലാവധി. എത്ര കാലാവധി കഴിഞ്ഞാലും പരിശോധന നടത്തി റിപ്പോർട്ട് വരട്ടെ. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാവുന്നില്ല. അയാൾ കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് സമീപിക്കാൻ പാടില്ലല്ലോ. ഒരു മനുഷ്യനല്ലേ, ആരായാലും ഏതൊരു മനുഷ്യനും മാനുഷികമായിട്ടുള്ള അവകാശമല്ലേ. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ. അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദാക്ഷിണ്യവും അതിന്റെ മേലെ ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ നിലപാട്. സംസ്ഥാന സെക്രട്ടറി കൊടുത്ത മറുപടി അത് സോഫ്റ്റ് ആണോ? എങ്ങനെ സോഫ്റ്റ്? ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക. പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക. ഈ പരാതിക്ക് ഒരു റിട്ടേൺ ഒരു മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. അൻവറുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ മുമ്പിലുള്ളത് പാർട്ടി പരിശോധിച്ച ഒരു നടപടിയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നതിന് ശേഷമല്ല ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിനിടയിൽ അൻവർ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പരിശോധനയ്ക്കാണോ പിന്നെ? അപ്പൊ ആ നിലപാടാണ് പാർട്ടി എടുത്തത്. അൻവർ എപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രി വാപ്പയെ പോലെയാണ് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ കാരണം ആശയപരമാണോ ആമാശയപരമാണോ? അത് നിങ്ങൾ തീരുമാനിക്കും. അൻവർ ബാപ്പയെ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവും. അപ്പം ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലലുണ്ടോ? അച്ഛനെ കുത്തിക്കൊല്ലു ആരെങ്കിലും ഒരു കുടുംബ വഴക്കുണ്ടായ? അതാണ് ഇതിന്റെ പ്രശ്നം. അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാൽ എവിടെയാണ് തെറ്റ് ചെയ്തത്? സാമ്പത്തിക വർഷമല്ലോ ആണോ? മതി ഇതിനി. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാതിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് വിളിച്ചാലും പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം തുടരുന്നുള്ളത് ഞാനെങ്ങനെയാ പറയുക? അൻവറിന്റെ കാര്യമായതുകൊണ്ട് തീരെ പറയാൻ കഴിയില്ല. അപ്പോൾ അൻവർ പാർട്ടി കൊടുത്തൊരു നിർദ്ദേശത്തിനും അനുസരിച്ചുള്ള നിലപാടെടുത്തിട്ടില്ല. അപ്പൊ അൻവറിന് തുടരുമല്ലോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആരെയുടെയോ ഏതോ ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ അതൊന്നും CPM-നകത്തുള്ള ആരും അത്തരം നിലപാടിന് കൂട്ടു നിൽക്കില്ല, നേതൃത്വം നിൽക്കില്ല. അതുകൊണ്ട് CPM-ന്റെ അകത്തുള്ള ആളുകളാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമത്തിലേർപ്പെടുന്നുള്ള ഒരു അഭിപ്രായവും പാർട്ടിക്കില്ല. ഇനി അദ്ദേഹത്തിന്റെ മാധ്യമ കാളലും എന്നെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ. നിങ്ങൾ എന്നെ വന്ന് കണ്ടതല്ലേ. അപ്പൊ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തുടർ യോഗങ്ങൾ അദ്ദേഹം നടത്തുന്ന പലയിടങ്ങളിലായി. ഇതിപ്പം ആ ജില്ലയ്ക്ക് പുറത്ത് മറ്റ് ജില്ലകളിലേക്ക് ഇങ്ങനെയുള്ള ഒരു സ്വാധീനം വരാനുള്ള സാധ്യത? ഏത് സ്വാധീനം? നിങ്ങള് ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയാൽ കേൾക്കാൻ ആളുകൾ വരും. അത് പ്രത്യേകിച്ച് CPM-നെതിരാണെങ്കിൽ ആള് ലക്ഷം കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് കേൾക്കാൻ അത്രയും അതിനകത്ത് കണക്കാക്കാം. അതിനൊന്നും വലിയ ജീവിതങ്ങൾ തന്നെ ഇതെത്ര കാലം കൊണ്ടാണ്. ഇപ്പൊ ഈ സംഭവത്തിനും പ്രശ്നത്തിനും ലൈവ് നൽകുന്നത് നിങ്ങളാണല്ലോ.
മീൻസ് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയാസ്, ദൃശ്യമാധ്യമം, അവരല്ലേ ഇതിന് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ പ്രശ്നം വന്നാൽ നിങ്ങൾ വിടില്ലേ ഇത്? അൻവർ വിടാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളെ വിളിച്ചു അതാണ് പ്രശ്നം. അതിന് എന്തിനാ ഇങ്ങനത്തെ ഒരാൾ എടുക്കുന്നതിന് ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നത്? അതെല്ലാം നിങ്ങൾ പരിശോധിക്കട്ടെ. MLA ആണെന്ന് പറഞ്ഞിട്ട് കാര്യം. മാത്രമല്ല ഈ സൈബർ സംഘങ്ങൾ മൊത്തം വേറെ എന്തെല്ലാം അവസാന വാക്കായി കേട്ടോണ്ടിരുന്ന അൻവറിനെയാണ്. വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. അതിലൊക്കെ ഞാനിപ്പോ നിങ്ങൾ ഇപ്പൊ എന്നെ കാണുന്നത് തന്നെ, ഞാനിപ്പോ ഇതിന്റെ LDF കൺവീനർ ആയതിനു ശേഷം അതിനുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണാം. ഇന്നലത്തെ യോഗം CPM ഡാമേജ് സൃഷ്ടിച്ചു. ഒരു ഡാമേജ് ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞില്ലേ. CPM അതിൽ ഒരു ഡാമേജ് ഇല്ല. CPM അതൊരു വിഷയത്തെ കാണുന്നില്ല. CPMന്റെ നിലപാടുമായി മുമ്പോട്ട് പോവുകയാണ്. അതാർക്കും തടയാൻ പറ്റുന്നല്ല. ഇത് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഓക്കെ.